ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമ്മുടെ ആസാദ്യ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ശ്രീ മുരുകൻ സാർ, സ്നേഹതീരം പ്രിയ ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളെ, ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹതീരം നേതാജി ചാരിറ്റി ഫൗണ്ടേഷൻ മെമ്പേഴ്സ്, കൂടെ മറ്റു വിശിഷ്ട അതിഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ മാസത്തിലെ ആദ്യത്തെ ഒരു സൺഡേ വരുന്ന സൺഡേയിൽ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു മീറ്റിംഗ്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കത് മുടങ്ങിയിരിക്കുന്നത് ഈ കൊറോണ കാലങ്ങളിൽ മാത്രമാണ്. ബാക്കി തുടക്കം മുതലേ ഇത് കറക്റ്റായിട്ട് നമ്മൾ പാലിച്ചു പോയിരുന്നത്. ബോർഡിലെ വരികൾ ശ്രദ്ധിക്കാം. മാതാപിതാക്കൾ അന്ന് അനുഭവിച്ച വെയിലിന്റെ തണലിലാണ് മക്കൾ ഇന്ന് വാഴുന്നത്. ആ തണലാണ് മക്കൾ അനുഭവിക്കുന്നത്. ഇന്നത്തെ ഈ സംഗമത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ആർദ്രമായ സ്വാഗതം. മെമ്പേഴ്സായ ജോസഫ് ക്ഷേമ, കൂടാതെ നമ്മുടെ സ്നേഹതീരം കുടുംബത്തിൻ്റെ അംഗങ്ങളെ, ജീവനക്കാർക്ക്, നമ്മുടെ ആദ്യ ഞായറാഴ്ച നമ്മുടെ എല്ലാ മാസവും ഇങ്ങനെ ഒത്തുകൂടുന്നു, നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. ഓരോ സന്തോഷം വരുമ്പോഴും ചില ദുഃഖങ്ങൾ ഉണ്ടാകും. അതാണ് നമ്മുടെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പം പ്രകൃതിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതുണ്ടാകണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ വാക്ക്, നമ്മളുടെ ചിന്ത, ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പോകണം. നമുക്കുണ്ടാകുന്ന വിഷമതകളിലും കഷ്ടപ്പാടുകളിലും എല്ലാം നമുക്ക് ഒന്നിട്ട് മുന്നോട്ട് പോകണം. നല്ലൊരു സമയം ആയിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു രീതിയിൽ നമ്മുടെ ഈ സ്നേഹതീരം ഭവനം ഒത്തൊരുമയോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ മാസം മീറ്റിംഗ് കൂടുമ്പോഴും നിസാർ എല്ലാ വിവരങ്ങളും പറയാറുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ അറിയാറുണ്ട്. എപ്പോഴും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെ. ഇനിയും ഇതുപോലുള്ള സംഗമങ്ങളിൽ എല്ലാ മാസവും എത്താൻ ഞാനും ശ്രമിക്കാം. കാരണം ഇപ്പൊ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാ മാസവും ഇതുപോലെ വരണമെന്ന്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും വേണ്ടി നല്ലതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരമായി ഞാനിപ്പോൾ നേരത്തെ എല്ലാ നാളും വന്നുകൊണ്ടിരുന്ന പലരും അറിയില്ല. കൊറോണ വന്നതിന് ശേഷം നിങ്ങൾ വന്നിട്ടില്ല, വരാൻ സൗകര്യപ്പെട്ടില്ലായിരുന്നു. സൗകര്യപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ കൂടി കുറച്ച് യാത്രയിലായിരുന്നോണ്ട് വരാത്തത്. ഇവിടെ എപ്പോഴും നേരത്തെ എപ്പോഴും വരാത്തതാണ്. ഈ സ്നേഹസംഗമത്തിൽ വന്ന എല്ലാവരും ഒത്തിരി പേര് നേരത്തെ ഉള്ളവർ ഇപ്പോൾ കാണാനില്ല. ഒത്തിരി പുതിയ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരേണ്ട ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനെയൊരു അവസരം തന്ന എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നന്ദിയും
സ്നേഹവായ്പകളും അറിഞ്ഞുകൊള്ളുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എപ്പോ വന്നാലും നമ്മുടെ ബന്ധുക്കളും കുടുംബവും ഇത്ര ആത്മാർത്ഥതയോടെ ഇവിടെ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് സൽക്കാരങ്ങൾ തരികയും ചെയ്യുന്നു. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഇപ്പൊ എന്റെ ഒരു സഹോദരൻ ജോണെങ്കിലും വന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ഇവിടെ എല്ലാ വിധത്തിലുള്ള ഭക്ഷണവും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു കാത്ത് മൂളി വെയിൽ വീഴവേ പതിയെ പറന്നൻ അരുകിൽ വരും അഴകിന്റെ തൂവലാണു. നല്ലതാണെങ്കിൽ അതിനൊരു അഭിനന്ദനം നമ്മൾ അറിയിക്കണം. എന്നാലേ അടുത്ത ഇതിൽ അവർക്ക് ഇതിന് നന്നായിട്ടുള്ള ഗാനങ്ങൾ പാടാൻ പറ്റുള്ളൂ. ഈ ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. എന്നെ ഹൃദയത്തിൽ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. വളരെയധികം പറഞ്ഞ് ഇരിക്കുന്ന ഒന്നും വിട്ടുപോകാത്ത ഒരു നല്ല ഗാനമാണ്. നമസ്കാരം. എല്ലാ അച്ഛനമ്മമാരും എല്ലാവരോടും നല്ല സഹകരണത്തോടെയാണ് പെരുമാറുന്നത്. എല്ലാവരും എന്ത് പറഞ്ഞാലും അവരതനുസരിക്കാൻ തയ്യാറാണ്. അച്ഛന്മാരെ, അമ്മമാരെ, നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ പോകുന്നു എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മളെല്ലാവരും സംഗമത്തിൽ കൂടിയിരിക്കുന്നു. എല്ലാവരും പലവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഈ ഫാമിലിയിൽ എല്ലാവരും സ്നേഹത്തോടെയാണ് പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. എല്ലാവരുടെ നിങ്ങളോടൊപ്പം ഞാനുമായിരിക്കാൻ ഒരു ഫാമിലിക്കുള്ളിൽ നമ്മളെല്ലാവരും ഒത്തൊരുമയോട് സ്നേഹത്തോട് പോകാൻ നമുക്ക് കഴിയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാവരും ഒത്തൊരുമയോട് സ്നേഹത്തോട് സമാധാനത്തോടും സന്തോഷത്തോടും പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലായ്പ്പോഴും നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവരും ദൈവമായിട്ട് അനുഗ്രഹിച്ചിട്ട് എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നേതാജി ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ നേതാജി ചാരിറ്റബിൾ ട്രസ്റ്റ് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ്. ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ 10-12 പൊതിച്ചോറുകൾ കൊടുക്കുന്നില്ല സാറേ. 10 പൊതിച്ചോറുകൾ നമ്മളിപ്പോൾ അനാഥരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ നമ്മളിപ്പോൾ വയനാട് 2 ഗ്രാമങ്ങളില്ലാതെ ആയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, 10-400 ആളുകൾ നശിച്ചു, 300 ചില്ലാനും ബോഡി കിട്ടി, ഇനിയും ബോഡി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കൈത്താങ്ങ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അത് നമുക്കത് ചെയ്യണം. അപ്പോൾ ഈ തീരം എന്നതിൻ്റെ ഒരു അർത്ഥമുണ്ട്. തീരം അറിയുന്നതിൻ്റെ പേരറിയണമെങ്കിൽ കടലിൻ്റെ മക്കളോട് വേണ്ടത്. കടലിൻ്റെ മക്കളോട് ഉപയോഗിച്ചാൽ ഒരു വഞ്ചി ഒന്ന് എടുത്തു കഴിയുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. തീരം എത്തി, അതുപോലെ കുടുംബാംഗങ്ങൾ കൈപിടിച്ചിട്ടും കടലിൽ പോയവർ കടലിൻ്റെ മക്കൾ വന്നതാണ്. അതുപോലെ ഒരു തീരത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ വേറൊരു തീരം, ഇപ്പം ഈ ദുരിതമുണ്ടായ സ്ഥലത്ത് തീരമുണ്ട്. ആ തീരത്ത് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു വലിയ ആഹ്ലാദം ഉണ്ടാവും. ആ ചെല്ലുന്നിടത്ത് അല്പം സ്നേഹം കൂടി കിട്ടുവാണെങ്കിൽ അപ്പോൾ സ്നേഹതീരമായിട്ട് മാറും. അതാണ് ഇപ്പോൾ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
മോശമാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയായിരിക്കും മോശമാക്കുന്നത്. മുട്ടുകൾ വാതിൽ തുറക്കപ്പെടും. നമുക്ക് തുറക്കേണ്ടുന്ന വാതിലിൽ മുട്ടിയാൽ പോലെ ചാറ് വേണം കൂടുതൽ എന്നുള്ളതാണ്. പക്ഷേ അത് കൂടുതൽ കൊളസ്ട്രോൾ ആയിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരും അത് കളയുകയായി. ഞാനും ഭൂരിഭാഗം ടൈമും ഞാൻ പറയുമായിരുന്നു ഇത് പറ്റാത്തൊരവസ്ഥയാണ്, നമ്മളൊരു ഇതൊക്കെ കളയുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മുടെ വയറിനും എല്ലാം സുഖമായിട്ടുള്ള രീതിയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വിഭവമായിട്ട് മാറാൻ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിനൊരു മാറ്റം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഞാനിപ്പോൾ സാറിനോട് പറഞ്ഞിട്ട് കൃത്യമായിട്ടും അത് നടത്തി തന്നിരിക്കും. എന്തെങ്കിലും ആണെങ്കിൽ തന്നെ തലേന്ന് എന്നോട് പറയണം, അല്ലെ രാവിലെയോ ഒക്കെ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് നടത്തി തരാൻ പറ്റില്ല. എന്തെങ്കിലും ആയിരുന്നാലും കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ഇനി യോഗത്തിൽ വന്ന എല്ലാവർക്കും നന്ദി. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. നീ